ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് വറുത്തിട്ടൊന്ന് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാന്ന് വിചാരിച്ച് വൃത്തിയാക്കി എടുത്ത കൊഞ്ച്. ഇത് ഞാൻ തന്നെ വെച്ച പച്ചമുളകാ ട്ടോ. വീട്ടീന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതിനകത്ത് പച്ചമുളകായി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കൊഞ്ചിനകത്ത് എന്നാ ശരി ഇത് തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ച്. 2, 3 എണ്ണം ഉണ്ട്. ഇതിന് ഭയങ്കര എരിവാട്ടോ. അതുകൊണ്ട് 2 എണ്ണേ എടുത്തോളൂ. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ കൊഞ്ചിനകത്തൊന്ന് ഈർക്കിൽ കുത്തിയാണ് ട്ടോ വറുക്കുന്നെ. അതാകുമ്പോൾ ഒന്ന് വളയാണ്ടൊക്കെ ഇരിക്കും. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക്, കുഞ്ഞുള്ളി, ഇഞ്ചി, കുറച്ച് മാങ്ങ കൂടെ വേണം കേട്ടോ. ഇതെല്ലാം ആ ഒരു എണ്ണയിൽ തന്നെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ആ എണ്ണയ്ക്കകത്ത് തന്നെ വഴറുമ്പോൾ വീണ്ടും ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ആ മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഒത്തിരി വേവണ്ട, ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ആയി കഴിയുമ്പോൾ നമുക്കൊരു വാഴയില വാട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഓരോ കൊഞ്ചായിട്ട് നിരത്തി വെക്കാം. അതിൻ്റെ പുറത്തോട്ട് ബാക്കി മസാലയും കൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് കെട്ടി എണ്ണയ്ക്കകത്ത് പൊള്ളിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റിലായി കിട്ടും. ഈ വാഴയില അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അയ്യോ! ആ ഒരു ഗ്രേവിയുടെയും ആ ഒരു കറിവേപ്പിലയുടെയും എല്ലാം അടിപൊളിയാണ്. കറിവേപ്പില വരെ കടിച്ച് തിന്നാൻ തോന്നുന്ന ഒരിതാണ്. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാനൊരു വലിയ കൊഞ്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. നല്ല ചൂടുണ്ട്, അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ചൂടോടെ കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.